നമസ്കാരം. ഞാൻ നന്ദനൻ പിള്ള. എൻ്റെ 9ാമത് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് സംസാരിക്കുന്നത് പോലീസിൽ കേസുകൾ അന്വേഷണം അട്ടിമറിക്കുന്നത് സംബന്ധിച്ചുള്ള ഒരു സെൻസേഷണൽ കേസിൻ്റെ പശ്ചാത്തലത്തിലാണ്. ഞാൻ മുല്ലപ്പെരിയാർ DYSP ആയിരിക്കെ 24/2/23 27 ക്യാമ്പ് എന്ന നമ്പറിൽ സംസ്ഥാന പോലീസ് മേധാവിക്ക് ഒരു കത്ത് നൽകിയിരുന്നു. ആ കത്തിൽ പറഞ്ഞിരുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സെൻസേഷൻ ആയ മാധ്യമശ്രദ്ധ ഏറ്റവും കൂടുതൽ പിടിച്ചുപറ്റപ്പെട്ട വണ്ടിപ്പെരിയാർ ബാലികയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ശരിയായ രീതിയിൽ അന്വേഷണം നടത്തിയിട്ടില്ല. ശരിയായ കേസിലേക്ക് അനുകൂലമായ സാക്ഷിമൊഴികളില്ല. ശാസ്ത്രീയ തെളിവുകളുടെ അഭാവമുണ്ട്. സയൻറ്റിഫിക് അസിസ്റ്റൻ്റ് ഉൾപ്പെടെയുള്ളവരുടെ സേവനം ഈ കേസിലേക്ക് യഥാസമയം ഉപയോഗിച്ചിട്ടില്ല. കാലതാമസം വരുത്തിയിട്ടുള്ളതാണ്. ആയതിനാൽ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ, കാര്യപ്രാപ്തിയുള്ളൊരു ഉദ്യോഗസ്ഥൻ കേസുകൾ, CD ഫയലുകൾ അത് അടിവരയിട്ട് പറഞ്ഞിരുന്ന് പരിശോധിക്കാൻ പ്രാപ്തിയുള്ള ഒരു ഉദ്യോഗസ്ഥനെ കൊണ്ട് ഫയല് പരിശോധിച്ച് നടപടിയെടുക്കണം എന്നാണ് പറഞ്ഞിരുന്നത്. ഈ കാര്യത്തിൽ നടപടി സംബന്ധിച്ച് 13/1/25 ഞാനൊരു വിവരാവകാശ അപേക്ഷ പോലീസ് ആസ്ഥാനത്തിൽ ലഭ്യമാക്കിയിരുന്നു. അപ്പോൾ അതിൽ ഞാൻ ആ നോട്ട് ഫയൽ ഉൾപ്പെടെയുള്ള മുഴുവൻ ഫയലുകളും ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അതിൽ എനിക്ക് ലഭ്യമാക്കിയ മറുപടി ഈ ആവശ്യപ്പെട്ട വിവരങ്ങൾ വിവരാവകാശ നിയമത്തിലെ ഇൻഫർമേഷൻ്റെ പരിധിയിൽപ്പെട്ട വിവരങ്ങളല്ല എന്നാണ്. ഇക്കാര്യം അപ്പീൽ അതോറിറ്റിയും ശരിവെച്ചിട്ടുണ്ട്. നാളെ ഒരുപക്ഷെ നമ്മുടെ കമ്മീഷനും ശരിവെക്കും. അങ്ങനെയാണ് ഇപ്പോൾ കമ്മീഷൻ്റെ സ്ഥിതി. അപ്പോൾ അതുകൊണ്ട് ഒരു വിവരവും വെളിപ്പെടുത്താനായിട്ട് സുതാര്യത അവകാശപ്പെടുന്ന സർക്കാർ സംവിധാനങ്ങൾക്ക് താല്പര്യമില്ല എന്നുള്ളതാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാകാവുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഞാനിങ്ങനെ റിപ്പോർട്ട് കൊടുത്തപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ കേസന്വേഷണത്തിന് ചുമതലയിലുള്ള ഉദ്യോഗസ്ഥനല്ല. വഴിയെ പോയൊരു ഉദ്യോഗസ്ഥൻ കൊടുത്ത റിപ്പോർട്ടെന്ന നിലയിൽ പരിഗണിച്ചാൽ മതി. എങ്കിൽ പോലും അതൊരു സോഴ്സ് റിപ്പോർട്ടാണ്, അതൊരു ഇൻഫർമേഷനാണ്. അത് പരിശോധിക്കേണ്ട ബാധ്യത ഈ സിസ്റ്റത്തിനുണ്ട്. സ്വാഭാവികമായിട്ടും അങ്ങനെ റിപ്പോർട്ട് കിട്ടിയാൽ ഒരു ഉദ്യോഗസ്ഥനെ കൊണ്ട് പരിശോധിപ്പിക്കണം. പരിശോധിച്ച ഉദ്യോഗസ്ഥൻ ഇതിൽ സക്സസ്ഫുൾ പ്രോസിക്യൂഷന് കോടതിയിൽ വിചാരണയിലിരിക്കുന്ന കേസാണ്, സ്കോപ്പില്ല എങ്കിൽ 173(8) പ്രകാരം പുനരന്വേഷണത്തിനുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. ഈ കാര്യങ്ങളൊന്നും തന്നെ എൻ്റെ റിപ്പോർട്ടിലോ ഈ കേസിലോ ഉണ്ടായിട്ടില്ലാത്തതാണ്. ഇതിലെ ഏറ്റവും തമാശയായ സംഭവം ഇക്കാര്യത്തിലുണ്ടായത്, ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച 4 പോലീസ് ഉദ്യോഗസ്ഥർക്ക് ബാഡ്ജ് ഓഫ് ഓണർ നൽകി ഈ കേസിലേക്ക് ആദരിച്ചിട്ടുള്ളതാണ്. മാത്രമല്ല 4 പോലീസുകാരെ വർഷങ്ങളോളം മറ്റ് ജോലികളിൽ നിന്ന് വിടുതലാക്കി ഈ കേസിൻ്റെ ചുമതല അല്ലെങ്കിൽ എയ്ഡ് പ്രോസിക്യൂഷൻ എന്നൊക്കെ പറഞ്ഞ് വിട്ടിട്ടുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട സർക്കിൾ ഇൻസ്പെക്ടറെയും മാസങ്ങളോളം ഈ കേസിൻ്റെ പേരിൽ മറ്റ് ജോലികളിൽ നിന്ന് വിടുതൽ നൽകി വിട്ടയച്ചിട്ടുള്ളതാണ്. സംസ്ഥാന പോലീസിൽ നടക്കുന്ന അസാധാരണമായ ചില സംഭവങ്ങളാണ് ഞാനീ പറഞ്ഞത്. ഒരു പോസ്കോ കേസ് വിത്ത് മർഡർ കേസ് റിപ്പോർട്ടായാൽ ഒരു 4 പോലീസുകാരെയും ഒരു സർക്കിൾ ഇൻസ്പെക്ടറെയും മാസങ്ങളും വർഷങ്ങളും അതേ കേസിൻ്റെ പുറകിൽ മറ്റ് യാതൊരു ജോലികളും ഏൽപ്പിക്കാതെ വിടുന്ന അസാധാരണമായൊരു സംഭവമാണ് ഈ കേസിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ശരി, ഈ കേസിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അന്വേഷണ ഉദ്യോഗസ്ഥനായ സർക്കിൾ ഇൻസ്പെക്ടർ മാത്രം ഫയൽ കാണുന്ന ഒരു കേസല്ല ഇത്. പോസ്കോ ഉണ്ടായതുകൊണ്ട് പ്രത്യേകിച്ചും SP, DIG തുടങ്ങിയ ഉദ്യോഗസ്ഥർ ഈ ഫയൽ കണ്ടിട്ടുണ്ട്. മാത്രമല്ല, ബാഡ്ജ് ഓഫ് ഓണർ കൊടുത്തതിൽ നിന്നും സംസ്ഥാന പോലീസ് മേധാവിയുടെ ഓഫീസിൽ ഈ ഫയൽ പരിശോധിക്കപ്പെട്ടു. അന്വേഷണത്തിൻ്റെ ഉയർന്ന നിലവാരത ബോധ്യപ്പെട്ടാണ് ബാഡ്ജ് ഓഫ് ഓണർ കൊടുത്തതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ശരി, സർക്കിൾ ഇൻസ്പെക്ടർ DYSP ആയി
ഫയൽ കണ്ട DIG IG ആയി. SP ഡെപ്യൂട്ടേഷനിലാണ്, കറുപ്പസ്വാമിയാണ്. അദ്ദേഹം തിരിച്ചു വരുമ്പോൾ DIG ആയിട്ട് വരുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഇക്കാര്യത്തിൽ ഈ സംഭവം നടക്കുന്ന സമയം ജില്ലാ പോലീസ് മേധാവി ജില്ലയിലുണ്ടായിരുന്നെങ്കിലും ഈ കേസിൻ്റെ ഒരു സീരിയസ്നെസ് അദ്ദേഹത്തെയും അറിയിച്ചായിട്ട് ഞാൻ മനസ്സിലാക്കുന്നില്ല. 2-3-4 ദിവസം കഴിഞ്ഞാണ് ഇത് ഒരു മർഡർ കേസാണോ, അതിൻ്റെ പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റ് കിട്ടിയതിന് ശേഷമാണ് അതിലൊരു സംശയങ്ങളൊക്കെ വരുന്നത്. എന്തായാലും ശരി, ഇതിൻ്റെ എന്നോടും ചില വിവരങ്ങൾ അന്ന് ചിലർ പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ അത് എന്നോട് പറഞ്ഞ ആളിനോട് അതൊരു മർഡർ ആവാനുള്ള സാധ്യത പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റിൻ്റെ വിവരങ്ങൾ വെച്ച് എന്നോട് പറഞ്ഞത് എൻ്റെ അന്നത്തെ റൈറ്ററാണ്. അപ്പോൾ അയാളോട് ഞാൻ പറഞ്ഞിരുന്നു അതൊരു മർഡറാണ് എന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു അന്നത്തെ ചാർജ് ഉണ്ടായിരുന്ന പീരുമേട് DYSP അതിൽ താല്പര്യമെടുത്തു. അദ്ദേഹം അത് പിന്നീട് വന്ന കേസ് രജിസ്റ്റർ ചെയ്തൊരു 3-4 ദിവസം കഴിഞ്ഞ് വന്ന ശനി ഞായർ ദിവസങ്ങളിലായിട്ട് അദ്ദേഹം അത് പരിശോധിച്ചു. അയാളെ ഈ പറയുന്ന കൊച്ചു നേതാവിനെ വരുത്തി, കാരണം സർക്കിൾ ഇൻസ്പെക്ടർ കൊച്ചു നേതാവിനെ വരുത്തി പരിശോധിക്കാനുള്ള നട്ടലുള്ള ഒരു ഉദ്യോഗസ്ഥനല്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു പുള്ളി അത് പരിശോധിച്ചു. ആ സമയങ്ങളിൽ സർക്കിൾ ഇൻസ്പെക്ടർ എനിക്ക് തോന്നുന്നു ഓഫീസിന് പുറത്തുമായിരുന്നു. പുള്ളി ഓഫീസിന് പുറത്ത് നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ പറയാൻ കാരണം പുള്ളി അത് എനിക്ക് തോന്നുന്നു ഒരു സൺഡേയിൽ അത് ഡിറ്റക്ഷനായി. ശനി ഞായർ ദിവസം ചോദ്യം ചെയ്യൽ, ഞായറാഴ്ചത്തെ ചോദ്യം ചെയ്യലിലാണ് പ്രതി അത് സമ്മതിച്ചെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ ശനി ഞായർ ദിവസങ്ങളിൽ SP കറുപ്പസ്വാമി അവധിയിലായിരുന്നു. തിങ്കളാഴ്ച രാവിലെ 10 മണി കഴിഞ്ഞപ്പോൾ തന്നെ SP പ്രസൻ്റായി ഒരു പത്രസമ്മേളനം നടത്തി. അത് നമ്മുടെ മീഡിയയിലൊക്കെ ഉണ്ടാവും. അദ്ദേഹം പ്രതിക്ക് പരമാവധി ശിക്ഷ ഉറപ്പുവരുത്തി മടങ്ങിപ്പോയി. ഇപ്പോൾ പോലീസിൽ എന്താണ് നടക്കുന്നതെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടാൻ വേണ്ടിയാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത്. പിന്നൊരു സംഭവം ഉണ്ടായത് ഈ കേസിൻ്റെ പശ്ചാത്തലത്തിലാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ശരി, സംസ്ഥാന പോലീസിൽ ഈ പോസ്കോ കേസുകളുടെ ഫയലിൽ ഇനി മുതൽ ഈ കേസ് വിട്ടുപോയ സാഹചര്യത്തിലാവാം ഇനി ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനെ കാണണ്ടായെന്നൊരു ഉത്തരവ് ഇറക്കി. കാരണം സർക്കിൾ ഇൻസ്പെക്ടറെ മാത്രമായിട്ട് ഈ കേസ് ശിക്ഷിക്കാൻ പറ്റില്ല, അച്ചടക്ക നടപടി സ്വീകരിക്കാനും പറ്റില്ല. കാരണം ഫയൽ കണ്ട എല്ലാവരും ഉത്തരവാദികളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ സർക്കിൾ ഇൻസ്പെക്ടർ രക്ഷപ്പെട്ടു, അദ്ദേഹം പ്രൊമോഷനും കാര്യങ്ങളുമൊക്കെ ആയി. സർക്കിൾ ഇൻസ്പെക്ടറെ പറ്റി 2 വാക്ക് പറയാം. പേര് TD സുനിൽകുമാർ എന്നാണ്. അദ്ദേഹം ഇവിടെ DYSP ആണ്, ഇവിടെയാണെന്ന് എനിക്കറിയില്ല. അപ്പം അദ്ദേഹം അവിടെ ഒരു 3-4 വർഷം ഈ വണ്ടിപ്പെരിയാറിലുണ്ടായിരുന്നു. അദ്ദേഹം അവിടുത്തെ ഒരു പോലീസുകാരനെ, ഒരു ചോട്ടാ രാഷ്ട്രീയക്കാരൻ വന്ന് ഈ തെറി അഭിഷേകം നടത്തിയിട്ട് പോലും, ഞാനിതെല്ലാം കാണുന്ന ആളാണ്. കാരണം ഈ കോമ്പൗണ്ടിൽ എനിക്കൊരു ചെറിയ ഓഫീസുണ്ട്, ഒരു ചെറിയ ബിൽഡിങ്ങാണ്, 300 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു ബിൽഡിങ്ങുണ്ട്. ഒരു നടപടി എടുക്കാനുള്ള നട്ടലുള്ള ഒരു ഉദ്യോഗസ്ഥനായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതിലൊന്നും സംഭവിച്ചിട്ടില്ല. ആ പോലീസുകാരന് ചീത്തവിളി മൊത്തം കേട്ടു എന്നുള്ളതല്ലാതെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഇനി ഞാൻ 2019 ഈ പറയുന്ന മുല്ലപ്പെരിയാർ DYSP സ്ഥാനത്തിലെത്തി. 2019 തന്നെ ഹർത്താലുമായി ബന്ധപ്പെട്ട് അന്ന് പീരുമേടിൽ സബ് ഡിവിഷൻ തുടങ്ങിയിട്ടില്ല. അന്നത്തെ ഹർത്താലുമായി ബന്ധപ്പെട്ടുള്ള ചുമതല, അതായത് കുമിളി മുതൽ പെരുവന്താനം വരെ എനിക്ക് അന്നത്തെ SP ഒരു ഓർഡറിലൂടെ തന്നു. അപ്പോൾ ഞാൻ രാവിലെ ഇറങ്ങി നോക്കിയപ്പോൾ ഒരു പരിധിവരെ വാഹനങ്ങളൊക്കെ പോകുന്നുണ്ട്. എന്നാൽ എല്ലാ വാഹനങ്ങളും വണ്ടിപ്പെരിയാർ ടൗണിൽ പോലീസിന് 2 പിക്കറ്റ് പോസ്റ്റുണ്ട്. ഈ 2 പിക്കറ്റ് പോസ്റ്റിനും തമ്മിലുള്ളൊരു ഗ്യാപ്പ് ഉദ്ദേശം 400 മീറ്ററാണ്. ഇതിൻ്റെ മധ്യഭാഗത്തായിട്ട് 3-4 പേര് ചേർന്ന് എല്ലാ വാഹനങ്ങളും തടയുന്നു. എൻ്റെ കൂടെ കാര്യമായ സ്ട്രെങ്ത് ഇല്ല. അപ്പോൾ ഞാൻ ഈ പുള്ളിയെ വിളിച്ചു, ഇദ്ദേഹത്തെ വിളിച്ചിട്ട് പെട്ടെന്ന് വന്ന് വരെ നീക്കം ചെയ്യണം, നാഷണൽ ഹൈവേ ആണ്, ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുതെന്ന് പറഞ്ഞു. എന്തായാലും അദ്ദേഹം ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ്, ഇദ്ദേഹം ഓഫീസിലുണ്ടെന്ന് പറഞ്ഞ് ഇദ്ദേഹം ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് വരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ സമരക്കാരോടുള്ള സമീപനമാണത്. അപ്പം വന്നിട്ട് ഇദ്ദേഹം പറയുന്നു, എൻ്റെ വണ്ടിയിൽ വരെ കയറ്റാനായിട്ട് പാടാം സാറേ, നമുക്ക് വലിയ വണ്ടി വിളിക്കാമെന്ന് പറയും. അങ്ങനെ വലിയ വണ്ടി വരാനായിട്ട് പിന്നെ ഒരു 10-15 മിനിറ്റ് എടുത്തു. ഇതെല്ലാം ഈ പോലീസിലെ ഈ അപ്പീസ്മെൻറ്റ് പോളിസിയോ അല്ലെങ്കിൽ ഈ രാഷ്ട്രീയക്കാരുള്ള മൃദു സമീപനങ്ങളോ, ഇങ്ങനെയുള്ള ആളുകൾ കണ്ടമാനം കാലഘട്ടങ്ങളിൽ ഓരോ പോലീസ് സ്റ്റേഷനിൽ കുറ്റി അടിച്ചതുപോലെ ഇരിക്കുകയാണ്. മാത്രമല്ല, നമ്മൾ
ഏതായാലും അവരെ നീക്കം ചെയ്യാനായിട്ട് ഞാൻ ഇയാളെ വിളിച്ചതിന് ശേഷം അരമണിക്കൂറിലധികം സമയമെടുത്തു. പിന്നീട് സ്മൂത്തായിട്ട് വാഹനം പോയി. പിന്നീട് അവിടെ അന്ന് ഹർത്താലുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന കുമളി നാഷണൽ ഹൈവേയിൽ ഒരു പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. ഞാനിത് സന്ദർഭവശാൽ പറഞ്ഞതേ ഉള്ളൂ. ഇനി നമ്മൾ ഈ നാഷണൽ ഹൈവേയിൽ എവിടെ പോയാലും ശരി, ഇതുപോലുള്ള ആളുകൾ ഈ വണ്ടിപ്പെരിയാറൊക്കെ ഇരിക്കുന്നതിൻ്റെ ഒരു അപകടമാണ് ഇനി പറയുന്നത്. കുമളി നമ്മൾ പെരുവന്താനത്തോട്ടോ അല്ലെങ്കിൽ കോട്ടയം റൂട്ടിലോ വന്നാൽ ഈ റോഡിൻ്റെ 2 സൈഡ് പാർക്കിങ്ങുള്ള കേരളത്തിലെ ഏക ടൗൺ വണ്ടിപ്പെരിയാർ. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഞാൻ പറയുന്നത് കളവാണെങ്കിൽ പോയി നേരിട്ട് കണ്ട് ബോധ്യപ്പെടാവുന്നതാണ്. അപ്പോൾ എന്തായാലും ശരി, ആ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഇപ്പോൾ അത് എനിക്ക് തോന്നുന്നു അപ്പീൽ പരിഗണനയിലാണെന്ന് തോന്നുന്നു. കൂടുതൽ കാര്യങ്ങൾ അതിലേക്ക് കൂടുതലായിട്ട് വെളിപ്പെടുത്തുന്നത് ശരിയുമല്ല. ഞാനൊരു രാഷ്ട്രീയ പശ്ചാത്തലം കൂടെ പറയാം. കാരണം ഇതിൽ ഉൾപ്പെട്ടതൊരു ചെറിയ രാഷ്ട്രീയ നേതാവാണ്, എല്ലാവർക്കും അറിയാം. ഈ രാഷ്ട്രീയക്കാരെങ്ങനെയാണ് കേസുകൾ അട്ടിമറിക്കുന്നതെന്ന് ഞാൻ പറയാം. അതായത് ഈ ഉദ്യോഗസ്ഥനെ നേരിട്ട്, അന്വേഷണ ഉദ്യോഗസ്ഥനെ നേരിട്ട് പരിചയമുണ്ടെങ്കിൽ സ്വാധീനിക്കാൻ കഴിയുമ്പോൾ ഇവർ അങ്ങനെ ചെയ്യും. ഇല്ല എങ്കിൽ ഇവർ ഉയർന്ന ഉദ്യോഗസ്ഥരെ, IPS ഉദ്യോഗസ്ഥരെ പ്രത്യേകിച്ചും സ്വാധീനിച്ച് ഉയർന്ന രീതിയിൽ തന്നെ ഇടപെട്ടാണ് കേരളത്തിൽ കേസുകൾ അട്ടിമറിക്കുന്നത്. അത് നമുക്ക് ഈ അടുത്ത കാലത്ത് നമ്മുടെ വട്ടിയൂർക്കാവിലെ സ്ഥാനാർത്ഥിയും സംസ്ഥാന പോലീസിൽ ഉന്നത സ്ഥാനങ്ങൾ വഹിച്ചിരുന്ന മാന്യ ശ്രീ ശ്രീലേഖ മാഡം ഇതിൻ്റെ വെളിപ്പെടുത്തലിൽ നിന്ന് തന്നെ നമുക്കത് അറിയാവുന്നതാണ്. മാഡം വെളിപ്പെടുത്തിയിട്ടുള്ളത് 2 MLA-മാരുമായി ബന്ധപ്പെട്ട വിഷയമാണെങ്കിൽ പോലും അതിൽ കൂടുതൽ വിവരങ്ങൾ മാഡം വെളിപ്പെടുത്തണമെന്നാണ് എൻ്റെ അഭിപ്രായം. അത് ഈ ഇലക്ഷൻ കഴിഞ്ഞായാലും മതി. കാരണം ഇപ്പോൾ അതിനെന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ചിലപ്പം ഉണ്ടാവാം. എന്നാൽ ഇലക്ഷൻ കഴിഞ്ഞ് പറയണം. ഞാൻ 1-2 സംഭവങ്ങൾ മാഡത്തിൻ്റെ ശ്രദ്ധയപ്പെടുത്താം. മാഡം പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി ആയിരിക്കെ ഈ പത്തനംതിട്ട ജില്ലയിലെ പുളിക്കീഴ് പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ പരുമല കോളേജിൽ 4-5 കുട്ടികളെ മൃഗീയമായിട്ട് എറിഞ്ഞു കൊന്ന അസാധാരണമായൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് കേസ് അന്വേഷണം ശരിയായ രീതിയിൽ നടന്നിട്ടില്ല, അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നീട് ഞാൻ ആ പോലീസ് സ്റ്റേഷൻ ജോലി ചെയ്തുകൊണ്ടാണ് എനിക്കത് ബോധ്യം വന്നിട്ടുള്ളത്. ആ കേസിനെ പറ്റി സംബന്ധിച്ചും മാഡം നിരവധി ദിവസങ്ങൾ അവിടെ അന്ന് അന്വേഷണവുമായി ബന്ധപ്പെട്ട് ക്യാമ്പ് ചെയ്തിട്ടുള്ളതായിട്ട് എനിക്ക് അറിയാം. അതിലെ ഇടപെടലുകളെ സംബന്ധിച്ചും അതുമായി ആ കേസ് റിപ്പോർട്ട് ചെയ്തതിന് ശേഷം ഒരു ഉയർന്ന രാഷ്ട്രീയ നേതാവിന് പോലീസ് സംരക്ഷണം കൊടുത്തിട്ടുണ്ട്. ആ പോലീസ് സംരക്ഷണം ഇപ്പോഴത്തെ വിജിലൻസ് ഡയറക്ടർ പത്തനംതിട്ട SP ആകുന്നവരെ തുടർന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കേസുകളെല്ലാം പുറത്ത് വരണം. കേരളത്തിലെ ജനങ്ങൾ ഇതൊക്കെ അറിയട്ടെ. ഈ പോലീസിൽ എന്താണ് നടക്കുന്നത്, സംസ്ഥാനത്തെ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിലെ സ്ഥിതി എന്താണ്. അപ്പോൾ ഞാൻ ആ കേസ് മാത്രമല്ല പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഇപ്പോഴത്തെ വിജിലൻസ് ഡയറക്ടർ ആ സ്ഥാനത്ത് ഒരു പക്ഷേ അവിടെ SP ആയി വന്നില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇപ്പോഴും ആ പോലീസ് പ്രൊട്ടക്ഷൻ ചിലപ്പോൾ തുടർന്നേനെ. എന്തായാലും അദ്ദേഹം വന്നു, അവിടുത്തെ ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ പരിശോധിച്ചാൽ അത് ഒരു അനാവശ്യമായ ഡിപ്ലോയ്മെൻ്റ് ആണെന്ന് മനസ്സിലാക്കി അദ്ദേഹം അത് മാറ്റിയിട്ടുള്ളതാണ്. മാഡം ഇനിയും ഞാൻ മാഡത്തോട് നമ്മൾ പൊതുജനങ്ങളും അറിയാൻ വേണ്ടി പറയുകയാണ്. നമ്മുടെ കുമളിയിൽ ഒരു ബോട്ട് ദുരന്തം 2009 നടന്നിട്ടുണ്ട്. അതായത് നടന്ന ആ ദിവസം അടുത്ത ദിവസവും തന്നെ ആ കേസിൻ്റെ അന്വേഷണം ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചിട്ടുള്ളതാണ്. ആ കേസ് മാഡം പെട്ടെന്ന് തന്നെ സൈറ്റ് പരിശോധിച്ച് വിവരങ്ങളും അത് എല്ലാ മീഡിയകളിലും വന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. 2009 നടന്ന സംഭവം 2019 എന്തൊക്കെയോ അതിൽ കാട്ടിക്കൂട്ടി കൊടുത്തിട്ടുള്ളത്. അതിലെ ആദ്യ കുറ്റപത്രം പൂർണ്ണമായിട്ടും അട്ടിമറിക്കപ്പെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നീട് എന്തോ ബീച്ച് ചാർജ് എന്ന് പറഞ്ഞ ചാർജ് കൊടുത്തായിട്ടും ഒക്കെ കേട്ടാറുമുണ്ട്. എന്തായാലും ശരി, ലാസ്കർ ഡ്രൈവർ തുടങ്ങിയ തസ്തികകളിൽ ഒരാളെ പ്രതിയാക്കുന്നതിന് വേണ്ടി ഒരു ഉയർന്ന അന്വേഷണ ഏജൻസിയുടെ സാന്നിധ്യവും ഉയർന്ന ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യവും ആവശ്യമില്ല. മാഡം അവിടെ സ്ഥലത്ത് വന്ന ഉദ്യോഗസ്ഥ എന്ന നിലയിൽ ആ കേസിൽ എന്തൊക്കെ ഇടപെടലുകളാണ് നടന്നിട്ടുള്ളത്? കാരണം ആ ബോട്ട് കമ്പനി മാനുഫാക്ചർ ചെയ്ത രീതിയിലല്ല അപകട സമയത്ത് ഉണ്ടായിരുന്നത്. അതിൽ കാതലായ മാറ്റങ്ങൾ അതിൻ്റെ മെക്കാനിക്കൽ ഇതിലും എൻജിൻ ഭാഗങ്ങളിൽ ഉൾപ്പെടെ നടത്തിയിട്ട് അറിയുന്നുണ്ട്. സ്വാഭാവികമായിട്ടും വേണ്ടത്ര സ്റ്റഡി അല്ലെങ്കിൽ ഒരു എക്സ്പെർട്ട് അഭിപ്രായമില്ലാതെ
എക്സ്പെർട്ട് റിപ്പോർട്ടുമില്ലാതെ അങ്ങനെ ഒരു വർക്ക് നടത്തിയിട്ടുണ്ടെങ്കിൽ വർക്ക് ഫയൽ കണ്ടവരെല്ലാം തന്നെ പ്രതികളാവേണ്ടതാണ്. അപ്പോൾ അത് ഈ പ്രാരംഭ അന്വേഷണത്തിൽ അതിൽ വീഴ്ച വന്നിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളും അതിലെ ഇടപെടലുകളും ഒക്കെ മേഡത്തിന് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് ആ കാര്യങ്ങളും മേഡം പുറത്ത് പറയേണ്ടതാണ്. ഇനി ഞാനുമായി ബന്ധപ്പെട്ട് മേഡം വിജിലൻസിലും ഒക്കെ ഏറെ കാലം ജോലി ചെയ്തിട്ടുണ്ട്. ഞാൻ വിജിലൻസിൽ നിന്ന് മാറിയ കാര്യം മേഡത്തിന് കൃത്യമായിട്ട് അറിയാം. ഞാനും മേഡമായിട്ട് ചില കേസുകളിൽ ചില ഡിസ്കഷൻസൊക്കെ നടത്തിയിട്ടുണ്ട്. ചില ഇടപെടലുകൾ ചില കേന്ദ്രങ്ങളിൽ നിന്ന്, രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ചില കേസുകളുള്ളതായിട്ട്, KTDC ഉൾപ്പെടെയുള്ള കേസുകളുള്ളതായിട്ട്. KTDCയുടെ കേസെന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കേണ്ട, KTDCയിലെ ചില നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് യോഗ്യതയില്ലാത്തവരെ നിയമിച്ചുമായി ബന്ധപ്പെട്ട കേസാണ്. അതുകൊണ്ടാണ് വ്യക്തത വരുത്തി പറയുന്നത്. എന്തായാലും ആ കേസും ആ സമയത്ത് ആരിസൻ്റെ എൻ്റെ കയ്യിലിരുന്ന അന്വേഷണവും നല്ല രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരുന്ന സമയത്താണ് എന്നെ ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിലെ ഇടപെടൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൊതുസമൂഹം അറിയുന്നത് നല്ലതായിരിക്കും. കാരണം എന്നെ മാറ്റുന്നതിനായിട്ട് പാരക്കാരൻ വന്ന സമയത്തും മേഡം ഞാൻ അവിടെ ഇല്ലായിരുന്ന ഒരു സാഹചര്യമുണ്ട്. ഞാനൊരു നമ്മുടെ മുൻ DGP ആയിരുന്ന അന്നത്തെ IG ഷെയ്ഖ് സാറിൻ്റെ അടിക്കൽ ഒരു അച്ചടക്ക നടപടിയായി ബന്ധപ്പെട്ടൊരു മൊഴിയിൽ ഒപ്പിട്ട് കൊടുക്കാനായിട്ട്, അശോകനെതിരെയുള്ള പരാതിയാണ്, മറച്ചു വെക്കേണ്ട കാര്യമില്ല. എൻ്റെ 7ാമത്തെ വീഡിയോയിൽ പറഞ്ഞേക്കുന്ന കേരള പോലീസിൽ എങ്ങനെ IPS കിട്ടാം, ഇത്ര പരമയോഗ്യനായ അശോകനുമായി ബന്ധപ്പെട്ടൊരു ഓർലൻ കോറി ഞാൻ കൊടുത്ത മൊഴി ഒന്ന് ഒപ്പിട്ട് കൊടുക്കാനായിട്ട് അവൻ്റെ ആവശ്യത്തിന് ഞാൻ പോയിരുന്നു. അപ്പോൾ എന്തായാലും എൻ്റെ ട്രാൻസ്ഫർ ഹേസ്റ്റിയായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിൽ വളരെ താല്പര്യം ഉണ്ടായിരുന്നു, എല്ലാവർക്കും ഉണ്ടായിരുന്നു, രാഷ്ട്രീയ നേതൃത്വത്തിനുണ്ടായിരുന്നു. എന്തായാലും ശരി, ഞാനായതുകൊണ്ട് മാത്രമാണ് ആരിസൻ്റെ റിപ്പോർട്ട് എങ്കിലും കൊടുത്ത് അതിനൊരു FIR എടുപ്പിക്കാനായിട്ട് കഴിഞ്ഞതെന്ന് ആണ് ഞാൻ വിശ്വസിക്കുന്നത്. മറ്റാളുകളായിരുന്നെങ്കിൽ അത് ആ വഴി അന്വേഷണം അവിടെ നിൽക്കുന്ന വഴിക്ക് ഉപേക്ഷിച്ചിട്ട് പോകുമായിരുന്നു. ഞാൻ എന്തായാലും റിപ്പോർട്ട് കൊടുത്തു. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ FIR രജിസ്റ്റർപ്പെട്ടു. പിന്നീട് അത് അട്ടിമറിക്കപ്പെട്ടു. അതെല്ലാം പിന്നീട് അല്ലെങ്കിൽ ഭാവിയിൽ നമുക്ക് പറയാവുന്ന കാര്യങ്ങളും വെളിപ്പെടുത്താവുന്ന കാര്യങ്ങളുമാണ്. അപ്പോൾ മേഡത്തിന് അറിയാവുന്ന ഒരു വിവരം ഒന്നില്ല പറഞ്ഞു. എൻ്റെ ട്രാൻസ്ഫർ സംബന്ധിച്ചുള്ള ഒരു ആക്ഷേപം ഈ കേസ് അട്ടിമറിക്കാനാണെന്ന് പറഞ്ഞത് ആരിസൻ്റെ കേസാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അന്നത്തെ റാന്നി MLA ശ്രീ രാജു എബ്രഹാം നിയമസഭയിൽ ഉന്നയിച്ചു. അന്നത്തെ ആഭ്യന്തര വിജിലൻസ് മന്ത്രി നൽകിയ മറുപടി, എൻ്റെ സേവനം മലപ്പുറത്ത് ആവശ്യമാണെന്ന് അടിയന്തരമായിട്ട് കണ്ട് മാറ്റിയെന്നുള്ളതാണ്. അപ്പം നമ്മുടെ സർക്കാർ സംവിധാനത്തിൽ, പോലീസ് സംവിധാനത്തിൽ ഇതൊക്കെയാണ് നടക്കുന്നത്. അട്ടിമറികൾ 1ഉം 2ഉമല്ല 3ഉമല്ല. അട്ടിമറികളുടെ ഒരു ഘോഷയാത്രയാണ് കേരള പോലീസിൽ കേസുകളെ സംബന്ധിച്ച് നടക്കുന്നത്. ആരെയും പ്രതിയാക്കും, ആരെയും ബാധിയാക്കും, കള്ളക്കേസെടുക്കും. ഈ പരിപാടികളെല്ലാം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. നമ്മുടെ ഈ വണ്ടിപ്പെരിയാർ കേസിൽ തന്നെ യുവനേതാവിനെ രക്ഷിക്കാനായിട്ട് ഉയർന്ന നേതാക്കൾ ഇടപെട്ട് നടത്തിയ ഒരു അന്വേഷണമാണോ എന്ന് നമുക്ക് സംശയിക്കാവുന്നതാണ്. കാരണം നമ്മുടെ ഈ സഹാവിനൊരു അല്ലെങ്കിൽ നമ്മുടെ ഒരു നേതാവിനൊരു ചെറിയ കയ്യബദ്ധം പറ്റി സഹായിക്കണമെന്ന് പറഞ്ഞാൽ സഹായിക്കാതിരിക്കാൻ ഇടുക്കി ജില്ലയിലെ പോലീസ് സംവിധാനത്തിന് കഴിയുമെന്ന് സംശയമുള്ള ആളാണ് ഞാൻ. കാരണം അതിന് ഉദാഹരണമായിട്ട് നമ്മുടെ ഇടുക്കി ജില്ലയിലെ ഒരു മുൻ SPയെ, അവിടുത്തെ ഒരു മൂത്ത രാഷ്ട്രീയക്കാരൻ, പേര് പറയുന്നില്ല, പൊതുമധ്യത്തിൽ വളരെ മോശമായിട്ട് സംസാരിച്ചു. ആ പശ്ചാത്തലത്തിൽ ഈ SPയെ കണ്ടപ്പോൾ പത്രക്കാർ ചോദിച്ചു, ഇങ്ങനെ താങ്കളെപ്പറ്റി ഇങ്ങനെ അദ്ദേഹം അഭിപ്രായപ്പെട്ടു, താങ്കളുടെ അഭിപ്രായം എന്താ? അപ്പോൾ അദ്ദേഹം ഒരു വിധേയനായിട്ട് പറഞ്ഞത് ഇങ്ങനെയാണ്, അതായത് എന്നെ ശാസിക്കാനും ഉപദേശിക്കാനും ഉള്ള അവകാശവും അധികാരവും അദ്ദേഹത്തിനുണ്ട്. അതല്ലാതെ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഭരണഘടന ഉറപ്പുവരുത്തുന്ന അല്ലെ നിയമം നടപ്പിലാക്കാനാണ് എന്നൊരു മറുപടി അദ്ദേഹത്തിൽ നിന്നും ഉണ്ടായില്ല എന്നുള്ളത് നമ്മൾ ഈ പോലീസ് സംവിധാനത്തിൻ്റെ ദയനീയതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം. എല്ലാവർക്കും നമസ്കാരം.